പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു അബിയെക്കുറിച്ചിട്ടുള്ള സത്യങ്ങളെല്ലാം കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനന്തപുരിയിലോട്ട് വന്നിട്ട് മുത്തശ്ശനെ അത് കാണിക്കുകയും അബി വരുന്ന സമയത്ത് മുത്തശ്ശൻ അബിയെ ആട്ടി ഇറക്കുകയുമാണ്. ആ ഒരു സമയത്ത് ജലജ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, എന്താ അച്ഛാ, എന്തിനാ എൻ്റെ മകനെ ഇവിടുന്ന് ആട്ടി വിടുന്നത്, പുറത്താക്കുന്നത്? എൻ്റെ മോൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? തെറ്റ് ചെയ്ത ആദർശനെ അച്ഛനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ ജലജയോട് പറയുന്നുണ്ട്, നിന്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നീ അങ്ങ് പറയുകയാണോ? ഇവിടെ നടന്നത് എന്താണ് എന്നുള്ളത് വല്ലതും നീ അറിയുമോ? ഇനി നീ അറിഞ്ഞിട്ടാണോ ഇവിടെ വല്ലതും നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നീയും ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്തറിഞ്ഞു എന്നാണ്, എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നന്ദു ആ ഒരു ഫോണിലുള്ള ആ ഒരു വീഡിയോയും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അനാമികയുമായിട്ട് നമ്മുടെ അഭി സംസാരിക്കുന്നതും ഗൂഢാലോചന നടത്തുന്നതുമായിട്ടുള്ള ആ വീഡിയോ ജലജയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ജലജ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇത് കണ്ടിട്ട് നിനക്കൊന്നും പറയാനില്ലേ? നീയും കൂടെ അറിഞ്ഞിട്ടാണോ ഇവൻ അനാമികയുമായിട്ട് ഇങ്ങനെ ഗൂഢാലോചന നടത്തുന്ന കാര്യം നിനക്കറിയാം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്താ ഈ പറയുന്നത്, ഞാനൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അബി അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ജലജയും ഇക്കാര്യത്തെക്കുറിച്ച് അറിയാം. ജലജയാണ് കൂടുതൽ അനാമികയെ ഇളക്കി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അബിയെ തരിപ്പ് കയറ്റാറുള്ളത്. പക്ഷേ ജലജ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് അമ്മയും കൂടെയുണ്ട് എന്നുള്ളത് അഭിയും പറയാൻ പോയിട്ടില്ല. കാരണം താൻ എന്നെ ഇവിടുന്ന് പുറത്താക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിനോട് തൽക്കാലം അമ്മ ഇവിടെ തന്നെ നിൽക്കണം എന്ന് അത് മാത്രം ചിന്തിച്ചിട്ടാണ് ഞാനൊന്നും പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അഭി. ആ സമയത്ത് ജലജ അഭി ഇങ്ങനെ ഇടം കണ്ടിട്ടൊക്കെ നോക്കുന്നുണ്ട്. അഭി ദേഷ്യത്തോടുകൂടെ ജലജയെ നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്താ നീയും ഉണ്ടോ, നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനില്ല അച്ഛാ, ഞാനൊന്നും ചെയ്തിട്ടില്ല, പിന്നെ ഇവരെന്തെങ്കിലും സംസാരിക്കാനായിട്ട് പോയതായിരിക്കും, അല്ലാതെ അങ്ങനെയൊന്നും അവൻ ചെയ്യത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ അവൻ സംസാരിക്കുന്നതിൻ്റെ ശബ്ദം അടക്കമുണ്ട്. അത് കേട്ടിട്ടാണ് ഞാൻ ഉറപ്പ് വരുത്തിയത്. അതിനെക്കൊണ്ട് ഇനി ഇവിടെ ഇവൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്താക്കുകയാണ്. അവിടെയുള്ള സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ഇവൻ എത്രയും പെട്ടെന്ന് ഈ ഗേറ്റിൻ്റെ പുറത്താക്കും, ഇനി ഇങ്ങോട്ട് കടത്തി വിടരുത്, എവിടാന്ന് വെച്ചാൽ പോയി ജീവിച്ചോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കാനായിട്ട് വരുന്ന സമയത്ത് അഭി പറയുന്നുണ്ട്, പോവാൻ എനിക്കറിയാം, എന്നെ ആരെയും പിടിച്ച് പുറത്താക്കേണ്ട കാര്യമില്ല, എനിക്കും ജീവിക്കാൻ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വെല്ലുവിളിക്കുന്നത് കേട്ടിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, പോവാന്ന് പറഞ്ഞാൽ ഈ തറവാട്ടിൽ നിന്ന് മാത്രം പോയാൽ പോരാ, ഇനി മേലാൽ കമ്പനിയിലേക്കോ ജോലി ചെയ്യാനുള്ള ഒരു സ്ഥാപനത്തിലേക്കോ വന്നു പോവരുത്. എൻ്റെ എല്ലാ സ്ഥാപനവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ച് തരാം, മേലാൽ ഇനി ആ ഒരു അവകാശം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് എന്താ മുത്തശ്ശ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഓ അല്ലെങ്കിലും ഇവൻ എന്ത് തെറ്റ് ചെയ്താലും ഇവനെ ഇവിടെ ശിക്ഷിക്കാനും പുറത്താക്കാനും എല്ലാവരും ഉണ്ടല്ലോ, ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്ന ആദർശേട്ടനെ പുറത്താക്കാനൊന്നും ആരുമില്ല, ഇതെന്താ രണ്ടാൾക്കും രണ്ട് നിയമമാണോ? കുറേ കാലമായി ഞാൻ കാണുന്നു, ഒരാളെ മറ്റൊരു കണ്ണുകൊണ്ട് കാണുക, ഒരാളെ മറ്റൊരു കണ്ണുകൊണ്ട് കാണുക, പക്ഷേ പറച്ചിലിൽ എൻ്റെ കൊച്ചുമക്കളെല്ലാവരും ഒരുപോലെ എന്നാണ്, പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യം കൊണ്ട് സങ്കടം കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, മോള് സത്യം അറിയാതെ ഒന്നും സംസാരിക്കാൻ വരണ്ട, ഇതെൻ്റെ തീരുമാനമാണ്, പിന്നെ ആദർശിൻ്റെ കാര്യം ആദർശിൻ്റെത് വ്യക്തമായിട്ടുള്ളത് എനിക്കറിയാം, അത് നിനക്കറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അബിയുടെ മുഖത്ത് നോക്കിയിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്താ അബി, ആ സംശയങ്ങളൊക്കെ നവ്യയുടേത് ഞാനങ്ങ് തീർത്ത് കൊടുക്കട്ടെ എന്നൊക്കെ പറയുമ്പം അബി അങ്ങ് പേടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് നവ്യ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതെന്താ എന്നോട് പറയട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് മുത്തശ്ശ, എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ മോള് വഴിയെ അറിഞ്ഞോളും, എന്തായാലും ആദർശിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട ആരും, അതുമാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയോട് ചൂടാവുന്നുണ്ട്. അങ്ങനെ നവ്യ അകത്തേക്ക് പോവുകയാണ്. അതേസമയം മുത്തശ്ശൻ അബിയോടും പുറത്തോട്ട് പോകാൻ പറയുകയാണ്. ഒടുവിൽ അനന്തപുരിയുടെ പടി ഇറങ്ങുകയാണ് അബി. ആ സമയത്ത് ജലജ, അച്ഛ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്, ഇനി അവൻ ഇങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് എത്താമത്തെ തവണയാണ് നീ പറയുന്നത് അവൻ ഇനി ആവർത്തിക്കില്ല എന്നുള്ളത്, പക്ഷെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അനന്തപുരി തറവാടിൻ്റെ ആണിക്കല്ലാണ് ഇവൻ ഇളക്കിയിരിക്കുന്നത്, ഇത് ഞാൻ ഒരിക്കലും പൊറുക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശൻ. അങ്ങനെ അബി അനന്തപുരിയുടെ പടികൾ ഇറങ്ങുകയാണ്. ഇനി എന്ത് ചെയ്യും മുന്നോട്ട്, ഇനി എന്താകും അവസ്ഥ എന്നുള്ള ആ ഒരു ഇതൊക്കെ ചിന്തിച്ചിട്ട് ഒരു പേടിയിലാണ് ഇറങ്ങുന്നത്. എങ്ങനെ ജീവിക്കും, എന്ത് ജോലിക്ക് പോകും എന്നുള്ള ഒരു പേടിയിൽ
ആണ് നമ്മുടെ അഭി ചിന്തിച്ചുകൊണ്ട് ഇറങ്ങുന്നത്. അതേസമയം ജലജയാണെങ്കിലും ഇനിയിപ്പോൾ എന്താ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള വഴി എന്നാണ് ആലോചിക്കുന്നത്.